നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി കൃഷിയിടങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ് റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം അഥവാ റാവേ. കർഷകരുടെ അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞുകൊണ്ടുള്ള ഈ പഠന സംവിധാനം കാർഷിക വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത്. 4 വർഷത്തെ കോഴ്സിൻ്റെ അവസാനത്തെ വർഷം വിദ്യാർത്ഥികൾ ഗ്രാമങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ കർഷകരുടെ ജീവിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവരെക്കുറിച്ചുള്ള അതിനുവേണ്ടിയുള്ള കാർഷിക വികസന മാർഗരേഖ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റാവേ അഥവാ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടി. ഇതിൻ്റെ ഭാഗമായി 16ഓളം മോഡ്യൂളുകളുണ്ട് വിവിധ തരത്തിലുള്ള. അതിൽ പ്രോഗ്രസീവ് ഫാർമർ അറ്റാച്ച്മെൻറ്റ് എന്ന മോഡ്യൂളിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. പ്രോഗ്രസീവ് ഫാർമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഒരുപാട് കൃഷിക്കാരുണ്ട്. പക്ഷേ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയതായി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരാണ് നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് സുജിത്ത് എന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ്റെ അടുത്താണ്. സുജിത്ത് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഞങ്ങളുടെ കാർഷിക കോളേജുമായി വളരെ അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. ഒരു 2022 കർഷക മിത്ര അവാർഡ്, മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് ലഭിച്ച കർഷകൻ കൂടിയാണ്. വെറും ഒരു സാധാരണ കൃഷിക്കാരൻ മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കാർഷിക മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പാഷൻ്റെ ഭാഗമായി, കൃഷിയോടുള്ള വളരെയധികം താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ കാർഷിക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സുജിത്തിൻ്റെ കയ്യിൽ നിന്നും പഠിക്കുവാനുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി എന്നുള്ള ആരും പ്രൊഫഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നില്ല, പ്രൊഫഷണൽസ് എന്ന് പറയുന്നില്ല, നമ്മുടെ അഡ്വക്കേറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും അറിയുന്നത്. പക്ഷേ ഫാർമർ എന്ന രീതിയിൽ ഞാൻ ഫാമിങ്ങിൽ വരുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഫാർമർ ഇതിനെ സ്പാർക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 2005 ഇപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോകുമല്ലോ. ഞാനും എൻ്റെ കരിയറെല്ലാം കഴിഞ്ഞ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് 2005 അപ്പോൾ 2005 ഹിന്ദുജോ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മന്ത് എന്താ കിട്ടണേ? ശമ്പളം കിട്ടത്തില്ലേ? പക്ഷേ എനിക്ക് ഫസ്റ്റ് ശമ്പളത്തിന് മുമ്പേ കിട്ടിയത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ഫുഡ് പോയ്സണായി. അപ്പോൾ അന്നാണ് ഫസ്റ്റ് സ്പാർക്ക്. അപ്പോൾ അന്ന് മുതൽ ഞാൻ കുറേ ദിവസം ഓഫീസിൽ കൊണ്ടുപോയി കഞ്ഞിയാണ്. നമുക്ക് എളുപ്പം, ബാച്ചിലറാണ്, ബാംഗ്ലൂരാണ്, അപ്പോൾ എളുപ്പം. അപ്പോൾ അങ്ങനെ കുറേ നാൾ അത് പോയി. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ക്യാൻസർ എന്ന് നമുക്കറിയപ്പെടുന്ന നമ്മുടെ ബന്ധുക്കളോ ഇല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസോ നമുക്കറിയപ്പെടുന്ന നെയ്ബേഴ്സോ എല്ലാവർക്കും വന്നിട്ടുണ്ട് അല്ലേ. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. 2010 എൻ്റെ ഒരു നീസിന്, ചേട്ടൻ്റെ മോളുടെ ക്യാൻസറായിരുന്നു, ലൂക്കീമിയ. അപ്പോൾ മോന്മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നാൾ അവരുടെ എക്സ്പീരിയൻസ് ചെയ്തു. ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര ബാഡല്ലേ. ഞാനും ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാൻ ഫാമിങ്, അതായത് നമുക്ക് ഭക്ഷണം, നമ്മൾ ഏത് കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് നല്ല ഹെൽത്തും നല്ല ഭക്ഷണവും ഇല്ലെങ്കിൽ നത്തിങ്. അപ്പം അങ്ങനെ തിരിച്ചുകൊടുക്കുകയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ക്യാമ്പസിനകത്ത് പാട്ടത്തിനടുത്ത 20 ഏക്കറിൽ കൃഷി ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് രീതിയിൽ 365 ദിവസം നമുക്ക് ക്രോപ്പ് വിളവെടുക്കുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുവാണ്.
അപ്പോൾ നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. വെള്ളായണി കാർഷിക കോളേജിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ എല്ലാം നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇതിൻ്റെ കൃഷിയെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഈ കോളേജിനകത്ത് എനിക്ക് ഏകദേശം 20 ഏക്കർ സ്ഥലമുണ്ട്. ഇതൊരു 5 ഏക്കർ സ്ഥലമാണ്, കുറച്ച് അപ്പുറത്ത് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളവിടെ കുറേ തെങ്ങിത്തോപ്പൊക്കെ ഉണ്ട്. അവിടെ നമ്മളിപ്പം തണ്ണിമത്തനാണെങ്കിലും നമ്മൾ ഏകദേശം 40ഓളം പച്ചക്കറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ 30 ഐറ്റം പച്ചക്കറി കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ടാർഗറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫാമിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻഡ് പ്രൊഡക്ഷനാണ്. അതായത് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ട്, നമ്മൾ കണ്ടിന്യൂസ് പിന്നെ നമുക്ക് ക്രോപ്പ് കിട്ടാനുള്ള പ്ലാൻ. അതായത് നമ്മളിത് ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർവെസ്റ്റിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. കാര്യം ഈ ചിലപ്പോൾ phase 1-ലും phase 5-ലും സെയിം ക്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ എവിടെ നിന്നാണ് പറിക്കണമെന്നുള്ളത്, കറക്റ്റ് ഏതാ മെച്ചുവേർഡെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ എല്ലാ ഫാമും നമ്മളിങ്ങനെ ഓരോ ഫാമിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഓരോ ഫേസിനകത്ത് ഓരോ ബ്ലോക്ക് ഉണ്ട്. ലൈക്ക് 1000 പ്ലാന്റ്സ് വെച്ചിട്ട് ഓരോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ബ്ലോക്കിനകത്ത് നമ്മൾ ഇതിനകത്ത് ചിലപ്പോൾ 4 ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആസ് പെർ ദ ഡിമാൻഡ്. നമുക്ക് എത്ര ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടും. മനസ്സിലാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ, ട്രേഡർ, ഫാർമർ എന്നുള്ള ഒരു കണക്ഷൻ കൂട്ടി സ്ലോ ആൻഡ് സ്റ്റഡി എന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മൾ സ്പേസിങ് ഉപയോഗിച്ചിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ. അതായത് ഒരു സെൻറ്റ് എത്ര സ്ക്വയർ മീറ്ററാണ്? 40. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ് എന്ന് പറയുന്നത് 40 മീറ്ററാണ്. അപ്പോൾ ഈ 40 മീറ്ററിനകത്ത് നമ്മൾ 45 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഏകദേശം 176 പ്ലാന്റ്സ് കയറും. ഓക്കെ, 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 266 പ്ലാന്റ്സ് കയറും. നമ്മൾ 2 ലൈനിലാണ് ചെയ്തിരിക്കുന്നത്, 2 റോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 ആഗിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു സെൻറ്റിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് സാൻഡി സോയിലാണെങ്കിൽ എനിക്ക് ഫാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഫാം, ഇപ്പം ഈ ബ്രിഞ്ചോൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞെന്ന് വെച്ചോ, നമ്മൾ ഈ ബ്രിഞ്ചോൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെടുത്ത് വെളിയിൽ കളയും. പുള്ളോട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് PVC പൈപ്പ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യും. വെറ്റാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ വേസ്റ്റ് മൊത്തം മാറ്റും. എന്നിട്ട് വീണ്ടും പുതിയ മാനുവർ ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫെർട്ടിഗേഷനിൽ ബാലൻസ് ചെയ്യും. മനസ്സിലായോ? ഈ ഒരു ബെഡിനകത്ത് ഓൾമോസ്റ്റ് 350 to 400 കിലോ ഓർഗാനിക് മാനുവർ അടിയിലുണ്ട്. മനസ്സിലുണ്ടോ? 400 കിലോ ഓൾമോസ്റ്റ് ഇതിനകത്ത്. അതായത് നമ്മൾ 6 ആഗ് ചെയ്യുവാണെങ്കിൽ 45 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 176 പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ 176 പ്ലാന്റ്സിന് ഓൾമോസ്റ്റ് 350 to 400 കിലോ ഓർഗാനിക് മെനൂർ ആളുകളുണ്ട്. അതാണ് ഈ ഹെൽത്തിൻ്റെ റീസൺ. മനസ്സിലാവും. അപ്പോൾ നമ്മൾ പോൾട്രി മെനൂർ ഉപയോഗിക്കുന്നുണ്ട്, കൗഡങ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ചാണകം ഉണക്കി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, കോയർപ്പിത്ത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനകത്ത് ബേസൽ ഡോസ് കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ ഫോളിയാർ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫെർട്ടിഗേഷൻ വഴിയും കൊടുക്കും. നമ്മളിവിടെ മൾച്ചിങ് ഫിലിമാണ്. ഞാൻ പറഞ്ഞു ഓപ്പൺ പ്രിസിഷൻ ഫാമിൽ നമ്മൾ ചെയ്യുന്നത് മൾച്ചിങ് ഫിലിമാണ്. അപ്പം പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് എത്ര നാൾ ഉപയോഗിക്കും എങ്ങനെയൊക്കെ എന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് പല മൈക്രോൺസ് ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 30 മൈക്രോൺ ആണ്. 20 മൈക്രോൺ, 25 മൈക്രോൺ, 30 മൈക്രോൺ ഉണ്ട്. നമ്മൾ കട്ടി കൂടിയത് ഉപയോഗിക്കുന്നത്. ഈവൻ ഇറ്റ് ലാസ്റ്റ് ഫോർ 1 ഇയർ. ആൾസോ 3 പ്രാവശ്യം നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 6 ആഗാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ. മൾച്ചിങ് ഫിലിം 1 മീറ്റർ ഉണ്ട്, 1.2 മീറ്റർ ഉണ്ട്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ലൈന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് 6 ആഗിൽ 2 റോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു സെൻറ്റിൽ മാക്സിമം നമുക്ക് ഇല്ലെടുക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രിപ്പ് ടേപ്പാണ്. കാര്യം ഇത് വളരെ ലോ കോസ്റ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഹോളുണ്ട്. ഇതിലാണ് പറയുന്നത്. ഇതിനകത്ത് ഡ്രിപ്പർ വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഫീൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സാമ്പിൾ തരാനില്ല. ഇതാകുമ്പോൾ നമുക്ക് 1 മീറ്ററിന് ഏകദേശം 3 രൂപ. നമ്മൾ സാധാരണ 3 രൂപ ഞങ്ങൾ നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുവാണ്. അപ്പോൾ നമ്മളിത് ഇതിൽ നമ്മൾ ഡ്രിപ്പർ വരും. നമ്മൾ സാധാരണ നോർമൽ ഡ്രിപ്പ് ട്യൂബാണെങ്കിൽ 1 മീറ്ററിന് 12 രൂപ 13 രൂപ. അപ്പോൾ നമുക്ക് എത്ര ടൈംസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ 40 മീറ്ററാണ്. 40 മീറ്റർ 2 ലൈനും കൂടെ നമുക്ക് 80 മീറ്റർ സാധനം വേണം. അപ്പോൾ എത്ര രൂപ എന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇത് 3 രൂപ ആവുന്നുള്ളൂ. അത് 1 മീറ്റർ 12 രൂപ. അപ്പോൾ നമുക്ക് വളരെ ലോ കോസ്റ്റ്. മൈ ടാർഗറ്റ് ഈസ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ കേട്ടോ. കാര്യം നമുക്കറിയാം ഇതിപ്പോൾ സാൻഡി സോയിലാണ്. അപ്പോൾ നമുക്ക് ഇറിഗേഷൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇറിഗേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനകത്ത് ലിറ്റർ പെർ അവർ, ഇത് 6 ആണ് ലിറ്റർ പെർ അവർ. നമ്മൾ ഉപയോഗിക്കുന്നത് 4 ആണ്, 4 LPH. അപ്പോൾ 4 LPH വെച്ചിട്ട് നമ്മൾ ഇറിഗേഷനെല്ലാം കാര്യം നമ്മൾ 10 HP മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രാമീണ അവബോധ പ്രവർത്തന പരിചയ പരിപാടി.
മണ്ണും വിണ്ണും പ്രകൃതിയുമൊക്കെ അറിഞ്ഞ് അവയെ കോർത്തിണക്കി മണ്ണിൽ പുല്ല് വിളയിക്കുന്ന കർഷകരിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ശരിക്കും തീർത്തും എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു സെമസ്റ്റർ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ആധുനിക രീതികൾ കൃഷിയിൽ ഉപയോഗിക്കുന്ന ഫാമേഴ്സിനെ കാണുക, അവരുപയോഗിക്കുന്ന മെത്തേഡ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ സുജിത്തിൻ്റെ കൃഷിയിടത്തിലെ ആധുനിക കാർഷിക പരീക്ഷണങ്ങൾ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി എത്തിയ കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം പകർന്നു നൽകി. തിരുവനന്തപുരത്തെ തുമ്പയിൽ മണൽ നിറഞ്ഞ ഭൂമിയിലാണ് സുജിത്ത് വിവിധ ഇനം പച്ചക്കറി വിളകൾ വിജയകരമായി കൃഷി ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. വിചാരിക്കുന്ന പോലെ അല്ല, ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്തു. ഈവൻ ഇതിലേറ്റവും പ്രധാന നോളജാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാര്യം ഇൻഡസ്ട്രി എക്സ്പേർട്ടേഴ്സ് ആൾക്കാരെ നമ്മൾ പല ഫാം ഫീൽഡിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ബാരാമതി KVK പോയിട്ടുണ്ടായിരുന്നു, മഹാരാഷ്ട്ര, പിന്നെ നമ്മുടെ IHR ബാംഗ്ലൂർ, TNAU, എല്ലാം നമ്മുടെ KAU എല്ലായിടത്തും പോയിട്ട് എല്ലാ എക്സ്പേർട്ടിനെയും കണ്ട് നമുക്ക് കാര്യം ഇറ്റ്സ് വെരി ചലഞ്ചിങ്, റൈറ്റ്? അപ്പം അത് ഒരു നമ്മളിപ്പോൾ ടെക്നോളജി ഓറിയൻറ്റഡ് ഒരു ഫാമിങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ AI അറിയാമല്ലോ, നമ്മൾ AI കുറച്ച് ട്രയൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ട്രേസബിലിറ്റി, കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് നമ്മളറിയാം. എല്ലാത്തിൻ്റെ ബോർഡറിൽ അറിയാമല്ലോ, നിമട്ടോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേരിഗോൾഡ് നട്ടിട്ടുണ്ട്. മെയ്സ് ഉണ്ടായിരുന്നു, മെയ്സ് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു കാരണവശാലും പ്ലക്ക് ചെയ്യുമ്പം ഇങ്ങനെ വലിച്ചെടുക്കല്ലേ, ഒരു കൈ വെച്ച് ഹോൾഡ് ചെയ്യുക, ഒടിച്ചെടുക്കുക. മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. കാര്യം ഇല്ലെന്ന് പറയാം, നിങ്ങളിങ്ങനെ വലിക്കുമെന്നറിയോ, മണലാണ്, സാധനം ഇറങ്ങി വരും. ഇതെന്ന് പറയുന്നത് പടുതാക്കുളമാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബോറാണ്. കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ലേക്ക് ഉണ്ട്, ഇവിടെ സീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇവിടെ സലൈൻ ഉണ്ടാവുമെന്ന്. സലൈനിറ്റി ഇല്ല, കാര്യം ഇവിടുത്തെ വാട്ടർ ഫ്ലോ അവിടെ നിന്ന് സീയിലോട്ടാണ്. ഓക്കെ, ഇവിടെ 4 മീറ്റർ നമുക്ക് കുഴിക്കുമ്പോൾ വെള്ളം കിട്ടും. പക്ഷെ നമുക്ക് സഫീഷ്യൻ്റ് വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാണ്ട് ഒരു 70,000 ലിറ്റർ വാട്ടർ ടാങ്കാണിത്. ഇത് പടുതാക്കുളമാണ്. കാര്യം ഇത് ലോ കോസ്റ്റ് ആണ്. കാര്യം നമ്മൾ കുഴിയുണ്ടാക്കിയിട്ട് 4 സൈഡും ചാക്ക് വെച്ചിട്ടുള്ള പടുതാക്കുളമാണ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ നേരെ പോയിട്ട് സാൻഡ് ഫിൽറ്റർ, ഡിസ്ക് ഫിൽറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ സാൻഡ് ഫിൽറ്റർ ഉണ്ട്, ഡിസ്ക് ഫിൽറ്റർ ഉണ്ട്. നമ്മൾ 2 ഫിൽട്രേഷൻ കഴിഞ്ഞ് വെഞ്ചുറി ഉണ്ട്, അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് പോകുന്നത്. ഇതിനകത്ത് നമ്മളിവിടുന്ന് ഫിൽറ്റർ ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് കുറേ വേസ്റ്റ് എല്ലാം കൊണ്ട് അടയും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ആക്ച്വലി ഇങ്ങനെ വന്നിട്ട് ഇതുവഴി കയറി ഫിൽറ്റർ ചെയ്തിട്ട് താഴെ കൂടെ പുറത്തു പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുവഴി കയറ്റിയിട്ട് നമ്മൾ താഴെ കൂടെ പോകാൻ അനുവദിക്കില്ല. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഈ വാൽവ് അടയ്ക്കുമ്പോഴത്തേന് ഈ വെള്ളം ഇതുവഴി വന്ന് ഇതുവഴി ഇറങ്ങി ഇതുവഴി വെളിയിൽ പോകും. അപ്പോൾ ഇതിനകത്തോളം കംപ്ലീറ്റ് ഫിൽറ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾ തുറന്ന് വയ്ക്കുമ്പോഴത്തേന് ഇതിൻ്റെ കളർ മാറും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്യും. മൾച്ചിങ് ചെയ്ത ഫാമിങ്ങും മൾച്ചിങ് ചെയ്യാത്ത ഫാമിങ്ങും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൾച്ചിങ് ചെയ്ത ഫാമിംഗ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ചെടികളായിരുന്നു മൾച്ചിങ് ചെയ്ത ഫാമിംഗ് ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റേതെന്ന് പറയുമ്പം പുള്ളിക്കുത്തൊക്കെ വന്ന് അത്യാവശ്യ അസുഖങ്ങളൊക്കെ വന്ന് ചെടിക്ക് അധികം വെള്ളം കിട്ടാതെ വാടി നിൽക്കുന്ന ചെടികളായിരുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ അങ്ങനത്തെ പുതിയ പുതിയ സാങ്കേതിക ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ സംഭവം, അതായത് വാങ്ങുന്ന സമയത്തുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വെള്ളായണി കാർഷിക കോളേജിൽ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ICAR നടത്തുന്ന എൻട്രൻസ്, അഖിലേന്ത്യാ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷയിൽ നിന്നും സെലക്ട് ചെയ്ത കുട്ടികളാണ് ഈ കോഴ്സിന് കാർഷിക വിദ്യാർത്ഥികളായിട്ട് വരുന്നത്.
ഹലോ എവ്രി വൺ, ഐ എം ജയേഷ് അഡ്കിനെ. ഐ എം ഫ്രം മഹാരാഷ്ട്ര. റാവയിൽ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഞാൻ പഠിച്ച മലയാളത്തിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഫാർമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ, കർഷകരുടെ അടുത്ത് സംസാരിക്കാനും അവരോട് ഇൻറ്ററാക്ട് ചെയ്യാൻ, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കുറേ കൃഷി രീതി പഠിച്ചെടുത്തു. ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ ഇൻ കേരള, ഹൗ ക്യാൻ വി ടാക്കിൾ ദ പ്രോബ്ലംസ് വിച്ച് farmers are facing, how can we handhold the farmers and overcome their situations, and how can we practically understand farmers, we have learned through this RAVE program. നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ള മിക്ക റിസർച്ച് പ്രോഗ്രാംസുകളൊക്കെ ലാബിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്നു. അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫാമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എക്സ്റ്റൻഷൻ വർക്കിൻ്റെ തന്നെ. ഇപ്പം ഞങ്ങളിപ്പോൾ അഗ്രികൾച്ചർ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം ഫാമേഴ്സിന് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ എങ്ങനെ ഈ പറയുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നോളജീസുകളും എത്തിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പ്രോഗ്രസീവ് ഫാമേഴ്സും അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സമ്പ്രദായമാണ്. അതായത് ടെക്നോളജികൾ ഇപ്പോൾ നിലനിൽക്കുന്ന AI പോലെയുള്ള, ഇപ്പോൾ ഓട്ടോമേഷൻ പോലെയുള്ള ടെക്നോളജികൾ എങ്ങനെ ഇപ്പോഴത്തെ കൃഷി രീതിയിലേക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. BSc അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കോഴ്സല്ല. ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബാങ്ക് ഓഫീസേഴ്സ് ആവാം, പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ, അങ്ങനെ ഒരുപാട് പോസ്റ്റ്സ് ഉണ്ട്, ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ MBA ചെയ്തിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങുക, അഗ്രിപ്രന്യൂർ, അങ്ങനത്തെ ഒരു മേഖലയിലോട്ട് പോവുക. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ആയിട്ട് വരുന്നുണ്ട്. BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പദ്ധതി ക്ലാസ് മുറികളിൽ അവർ നേടിയ അറിവുകൾക്ക് കൂടുതൽ പിൻബലമേകുന്നു. പരമ്പരാഗത ആധുനിക കൃഷിരീതികൾ തമ്മിലുള്ള താരതമ്യ പഠനം കൂടി ഇതിലൂടെ സാധ്യമാകുന്നു. നാടൻ അഗ്രോ ഫാംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനി ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ ഈ ഒരു ബ്രാൻഡിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ പല ഷോപ്പിലും കസ്റ്റമർ കയ്യിൽ എത്തുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 വർഷത്തോളം അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ 2025 ഞാൻ നിൽക്കുമ്പോൾ നമ്മളൊരു അഗ്രി സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മൾ ട്രേസബിൾ വെജിറ്റബിൾ സേഫ്റ്റി ആയിട്ട് 100% സേഫ്റ്റി ആയിട്ട് വെള്ളായണി കാർഷിക കോളേജിൻ്റെ സപ്പോർട്ടോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റൊരു വ്യത്യസ്തമായ തോട്ടമാണ്. ഇവിടെ നമ്മൾ ഏകദേശം 15,000-ഓളം തണ്ണിമത്തൻ ഇട്ടിട്ടുണ്ട്. പല സ്റ്റേജിലായിട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഹാർവസ്റ്റ്, കാര്യം ഇനി അങ്ങോട്ട് വേനൽക്കാലമാണ്. അപ്പോൾ കണ്ടിന്യൂസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 കിലോളം വരും. അപ്പം ഇതുകൊണ്ട് യെല്ലോ കളറുണ്ട്. അപ്പോൾ പല ടൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ ഇത് കുറച്ചുകൂടെ സാൻഡി സോയിലാണ്. ഇത് നല്ല വെള്ള കളറാണ് ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മൾ ഇത് 15 ഏക്കർ സ്ഥലമുണ്ട്. ഒരു സൈഡ് കുറച്ച് തെങ്ങും തോപ്പുണ്ട്. ഇത് കുറച്ച് ഓപ്പണായിട്ട് സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ തണ്ണിമത്തം കൃഷി ചെയ്യുന്നത്. നമ്മൾ ഇത് റെഡ് കളറാണ്. നമ്മൾ യെല്ലോ കളറുണ്ട്. ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ യെല്ലോ കളറുണ്ട്. അപ്പോൾ ആ ഒരു വെറൈറ്റി നമ്മളിവിടെ കൾട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളെ മണലിൽ ഞാനിപ്പോൾ ഫാമിൽ 7 വർഷത്തോളമായി. നമ്മൾ ഏകദേശം 48ഓളം പച്ചക്കറി നമ്മൾ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. തണ്ണിമത്തനും മസ്ക്മെലനും നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കൃഷി ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, പ്രൈസിങ് വലിയൊരു ഫാക്ടറാണ് അല്ലേ. ചില കർഷകർക്ക് നിങ്ങൾ പല ഫീൽഡിലും പോയിട്ടില്ലേ, കർഷകർക്ക് പൈസ കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാർമർ, കസ്റ്റമർ, ഒരു ട്രേഡർ, ഒരു കണക്ഷൻ, ബോണ്ടിങ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷമൊക്കെ നമ്മൾ തക്കാളിയുടെ വില കയറിയിട്ടുണ്ടായിരുന്നില്ലേ, 200, 150 ഒക്കെ ആയിട്ടില്ലേ. ഞാൻ മാക്സിമം സെല് ചെയ്ത ഹോൾസെയിൽ പ്രൈസ് 85. പ്രൈസ് ഡ്രോപ്പ് ആവില്ലേ, ഐ ലോക്ക് ഇറ്റ് ഫോർ 50-55. അതിന് മേലെ താക്കത്തില്ല. കാര്യം ഞാൻ അങ്ങനെ നമ്മൾ താഴ്ത്തി ഉൽപ്പാദന ചിലവ് നോക്കാൻ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംരംഭം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ട്രേഡേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകും. അതേപോലെ ചെടിയിൽ നിൽക്കുന്ന സെയിം അപ്പിയറൻസിലാണ് നമ്മുടെ കൺസ്യൂമറുടെ കയ്യിൽ സാധനം കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഫ്രഷ്നെസ്. നമ്മൾ ഡെയിലി മോർണിംഗ് ഹാർവസ്റ്റ്, ഈവനിങ് ഹാർവസ്റ്റ്, ആസ് പെർ ദി ഡിമാൻഡാണ് എൻ്റെ പ്രൊഡക്ഷൻ.
മാർക്കറ്റ് എന്താണ് ആവശ്യം അത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ മൈ എക്സ്പീരിയൻസ്. നമ്മുടെ കമ്പോസ്റ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അടിവെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിളിൻ്റെയും നമ്മുടെ പ്ലാന്റിൻ്റെയും വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒരു സസ്റ്റൈനബിൾ മോഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കോയർപീത്താണ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു ചകരിപ്പൊരു യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ കാര്യം ദിസ് ഈസ് സാൻഡി സോയിൽ. അപ്പോൾ ഈ സാൻഡി സോയിലിൽ വെള്ളം നിൽക്കണമെങ്കിൽ പെട്ടെന്ന് ലീച്ചിങ് ഉണ്ട്. അപ്പോൾ വെള്ളം നിൽക്കണമെങ്കിൽ നമുക്ക് എന്താ കൊക്കോപ്പിറ്റ് വേണം. അപ്പോൾ അതിന് നമ്മൾ കൊക്കോപ്പിറ്റ് നമ്മൾ എടുത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള എല്ലാ കാർഷിക കോളേജുകളിലും അംഗീകരിക്കപ്പെട്ട സിലബസിൻ്റെ ഭാഗമാണ് ഈ റാവേ പ്രോഗ്രാം. 8 സെമസ്റ്ററാണ് ഈ ബിരുദ പഠനത്തിനുള്ളതെങ്കിൽ 7ാമത്തെ സെമസ്റ്ററിലാണ് റാവേ പ്രോഗ്രാം നടത്തുന്നത്. കാർഷിക വിജ്ഞാന വ്യാപന വിദ്യാഭ്യാസ വിഭാഗമാണ് ഈ പരിപാടികൾ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓരോ മോഡ്യൂളും നമുക്ക് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇപ്പോൾ ആദ്യത്തെ മോഡ്യൂളിൽ നമ്മൾ ഓറിയൻറ്റേഷൻ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാമാണ് നമുക്കിത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഐഡിയാസ് തരുന്നു. പിന്നെ നമുക്ക് മീഡിയ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ന്യൂസ് പേപ്പർ, മാധ്യമങ്ങൾ, അങ്ങനെ ഒരുപാട് ലിറ്റററി മീഡിയാസിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ 3ാമത്തെ മോഡ്യൂളിൻ്റെ ഭാഗമായി നമ്മളൊരു റിസർച്ച് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ എങ്ങനെയാണ് റിസർച്ച് കാര്യങ്ങൾ നടക്കുന്നത്, റിസർച്ചുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് കിട്ടുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. പിന്നെ 4ാമത്തെ മോഡ്യൂളിൽ നമ്മൾ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലോട്ട് പോകുന്നു. അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നു. പിന്നെ ഈ 5ാമത്തെ മോഡ്യൂളിൽ നമ്മൾ പ്രോഗ്രസീവ് ഫാമേഴ്സിനെ കാണുന്നു. പിന്നെ ഭാവിയിൽ കൃഷി ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നു. എന്താണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇതൊക്കെ അറിയാൻ പറ്റുന്നു. നമ്മുടെ താല്പര്യമനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി ഇത് മാറുന്നു. റാവേ തുടങ്ങി ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് ഒരു ക്ലാസ് റൂം പഠനത്തിനുപരി ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരു കർഷകൻ്റെ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത്. ഒരു മാർക്കറ്റില്ല മെയിൻലി നമ്മുടെ ഫാമേഴ്സിന് ഇവിടെ. അവരുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ഒരു മാർക്കറ്റില്ല. നമ്മൾ പഠിക്കുന്നതിന് ഉപരി ഫാമേഴ്സ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ശരിക്കുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ അനുഭവപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് തന്നെ ഈ അവസാന വർഷം എത്തിയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ റാവേ എന്നുള്ള മൊഡ്യൂൾ ഇതിന് ഒരുപാട് ഹെൽപ്ഫുള്ളായെന്ന് എനിക്ക് പറയാൻ പറ്റും. 4 വർഷത്തെ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ എന്ന ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിലുപരി ഈ റാവേ, അതായത് ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടി എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ, അതായത് ക്ലാസ്സിൽ നിന്ന് ഉപരി എങ്ങനെ കർഷകരെ മനസ്സിലാക്കാം, കർഷകർ എങ്ങനെയൊക്കെയാണ് കൃഷിയിൽ നേരിടുന്ന ഓരോ അവരുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഉള്ള ടെക്നോളജിയിൽ ഏറ്റവും അധികം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ട ഈ പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് പ്രോസസ്സിംഗ് വരുന്നില്ല. ഇപ്പോൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഈ പെരിഷബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് വേസ്റ്റായി വരുന്ന സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകളാക്കി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്കറ്റിങ്ങിൽ നമുക്ക് കുറച്ചും കൂടെ മുൻതൂക്കം കിട്ടും. അപ്പം ഞാൻ നിങ്ങളെല്ലാവരെയും അഗ്രിപ്രണർ ആവാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സീരിയസ്ലി. കാരണം നിങ്ങളെല്ലാവരും പഠിച്ചിറങ്ങും, നിങ്ങൾ വല്ല ബാങ്കിലും എവിടെയെങ്കിലും പോകാറുണ്ട്, പക്ഷേ ഫാമിംഗ് ആയി വരുന്ന ആൾ വളരെ വിരളമാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ ഫുൾ ഫ്ലെഡ്ജിലുണ്ട്. ഐ നോ വാട്ട് ഈസ് സ്ട്രഗിളിങ്, എന്താ പ്രോബ്ലംസ് എല്ലാം എനിക്കറിയാം. സോ ഐ ക്യാൻ ഗൈഡ് യു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഗ്രിപ്രണർ ഫാമിംഗ് എന്തെങ്കിലും മേഖലയിൽ വരണമെങ്കിൽ ഐ ക്യാൻ സപ്പോർട്ട് യു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് ഈ റാവേ പ്രോഗ്രാം. അത് ഈ വർഷത്തെ കോഴ്സ് ഡിസംബറിൽ തുടങ്ങി മെയ് അവസാനം ആകുമ്പോൾ അവസാനിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രസീവ് ഫാർമർ അറ്റാച്ച്മെൻറ്റ് എന്ന മോഡ്യൂളാണ്. അവസാനം ഫൈനലായിട്ട് വില്ലേജ് സ്റ്റേ ആണ് ഞങ്ങളുടെ 16ാമത്തെ മൊഡ്യൂൾ. ഈ വില്ലേജ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ
170-175 പേര് ഒരു വില്ലേജിൽ പോയി താമസിച്ച് അവിടുത്തെ ഫാർമേഴ്സിനെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പല പല എക്സിബിഷൻസ് ആയാലും ക്ലാസ്സസ് ആയാലും എക്സ്പോസ് ആയാലും ഓർഗനൈസ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൊഡ്യൂളാണ് വില്ലേജ് സ്റ്റേ. ഈ റാവയുടെ ഈ 15 മൊഡ്യൂളിൽ നമ്മൾ ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് എല്ലാം കൂടി ഒത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഫൈനൽ മൊഡ്യൂളിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ആധുനിക കാർഷിക പരീക്ഷണങ്ങളുടെ ഈ പുതിയ കാലത്ത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കർഷകരുടെ അനുഭവങ്ങൾ അടുത്തറിയുന്നതിലൂടെ നമ്മുടെ കാർഷിക വളർച്ചയ്ക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നു. പുതുതായി കൂടുതൽ പേർ കാർഷിക പഠന മേഖലയിലേക്ക് കടന്നു വരുവാൻ ഇത്തരം പഠന മാതൃകകൾ പ്രചോദനമാകട്ടെ. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.